ചിത്രമാണ് ശരിക്കും പറഞ്ഞാല് ഉണ്ണിയുടെ ചിത്രത്തിൽ അങ്ങോട്ട് വ്യത്യാസം വരുത്തി അല്ലേ? അതിലേക്ക് എങ്ങനെ എത്തി? ജോഫിനും അതേപോലെ അസോസിയേറ്റ്സ് ഉണ്ട്, സുമേഷും പ്രേമേട്ടറൊക്കെ. ഇവരാണ് എന്നെ വിളിച്ചത്. അവന് താടി എടുക്കണം, മീശ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് ഞാൻ വേറൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവിടുന്ന് സംസാരിച്ചു, ഓഫീസർ ചാക്കോച്ചന്റെ പടം. അപ്പം ആ ടീമിനോട് സംസാരിച്ചപ്പോൾ ജിത്തു ചേട്ടനും ബാക്കി അതിന്റെ അസോസിയേറ്റ്സും ജിനീഷ് ബ്രോയും എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തു. കുഴപ്പമില്ലടാ, മീശയും താടി എടുത്തോ, മീശയും താടിയില്ലാത്ത പോലീസുകാരുണ്ടെന്ന് ഷാഹിദ് കബീർക്കും പറഞ്ഞു. എനിക്ക് മീശയും താടിയില്ലായിരുന്നു. അപ്പം അവരും സപ്പോർട്ട് ചെയ്തു. അതിൽ ഏറ്റവും വലിയൊരു സപ്പോർട്ട് നമ്മൾ റീൽസിലൂടെ കണ്ടു. ആസിഫ് അലിയുടെ ഒരു സെന്റൻസ്, അതിലൂടെ അതങ്ങ് ട്രെൻഡിങ് ആയി എന്നുള്ളതാണ്. ഉറപ്പായിട്ടും സത്യം പറഞ്ഞാൽ ആസിഫ്ക്ക് ഇല്ലെങ്കിൽ എനിക്ക് ഇത്രത്തോളം റീച്ച് കിട്ടില്ല. മീൻസ് ആളുകൾ അറിയില്ല ഈ ക്യാരക്ടർ ഇപ്പൊ ഞാനാണ് ചെയ്തത്. അപ്പൊ പൊതുവെ പോയി കഴിഞ്ഞാൽ പോലും അതിൽ വേറെ എൻ്റെ താടി ക്ലീൻ ഷേവാ, പിന്നെ മനസ്സിലാവുന്നില്ല ആർക്കും. പക്ഷെ ആസിഫാണ് ആ ഒറ്റ വേർഡിലാണ് എനിക്ക് ഇത്രത്തോളം ഇപ്പം നോക്കുവാണെങ്കിൽ ആളുകൾ എന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആസിഫൊക്കെ പറഞ്ഞ പോലെ പുറത്തിറങ്ങുമ്പോൾ എന്നെ ഇപ്പോൾ സംസാരിക്കുന്നത് രേഖാചിത്രം കണ്ടിരുന്നു കൊള്ളാന്ന്. പ്രത്യേകിച്ച് ഞാൻ ആസിഫിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആസിഫ്ക ഇത്രയും ജെന്യൂൻ ആയിട്ടുള്ളൊരു മനുഷ്യൻ ആസിഫലി. ഉറപ്പായിട്ടും ആസിഫ്ക അങ്ങനെ പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പറഞ്ഞത് എന്നെ സംബന്ധിച്ചോളം, ഒരു ആക്ടറെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഒരു ബിഗിനറെ സംബന്ധിച്ചോളം അത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റും ആണ്. പിന്നെ പുള്ളി ഈ സ്ട്രഗിൾ ഒക്കെ ചെയ്ത് വന്നുകൊണ്ട് പുള്ളിക്ക് ആ നമ്മുടെ ഒരു ഇമോഷനും സാധനങ്ങളൊക്കെ പുള്ളിക്ക് കറക്റ്റായിട്ട് കിട്ടി.